المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകളുടെയും ഹൃദയത്തിൽ സ്നേഹമുണ്ടാകും. സ്നേഹത്തിൽ നിന്ന് ഒഴിവാകുന്നതല്ല ഒരു ഹൃദയവും. ഒന്നുകിൽ അത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതായിരിക്കും, അതേപോലെ അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ ആവശ്യമായ സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ സ്വാലിഹീങ്ങൾ അവരോടുള്ള സ്നേഹം ഉണ്ടാകും. അതല്ല എങ്കിൽ അതിന് നേരെ വിപരീതമായ തിന്മകളോടുള്ളതായ സ്നേഹം ഉണ്ടാകും. സ്നേഹം ഇല്ലാതെയായിത്തീരുന്നില്ല ഹൃദയത്തിൽ. ഏതെങ്കിലും ഒരു വിധേന സ്നേഹം ഒരാളുടെ ഹൃദയത്തിലുണ്ടാകും. അതാണ് എല്ലാവിധ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം എന്നാണ് ഇമാം അവറുകൾ വിവരിച്ചു വരുന്നത്. അതുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, വകുല്ലു ഹറകത്തിൻ ഫിൽ ആലമി അൽ ഉൽവി വസ്സുഫലി, ലോകത്തുള്ള മുഴുവൻ ചലനങ്ങളും, അത് ഉപരിലോകത്താകട്ടെ ഭൂമി ലോകത്താകട്ടെ, അങ്ങനെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എല്ലാവിധ ചലനങ്ങളും ഫാസുലുഹ അൽ മഹബ്ബ, ആ ചലനങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്താണ്? സ്നേഹമാണ്. ഫഹിയ അലൈഹൽ ഫാഇലിയ്യതു വൽ ഗായിയ്യ, ആ സ്നേഹത്തിൻ്റെ മേലാണ് ഒരു ചലനം ചലിക്കാൻ അതിനെ പ്രവർത്തിപ്പിക്കുന്നത് ആ സ്നേഹമാണ്. ഒരു ചലനം സംഭവിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യവും എന്തായിരിക്കും? ആ സ്നേഹമായിരിക്കും. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ആ സ്നേഹം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുക. അതേപോലെ തന്നെ ആ സ്നേഹമാണ് ഒരാളെ ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കുക. വദാലിക ലി അന്നൽ ഹറകാതി സലാസത്തു അൻവാഇൻ, അപ്പോൾ എല്ലാ ചലനങ്ങളും അതിൻ്റെ അടിസ്ഥാനം സ്നേഹമാണെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ വിശദാംശം എന്ന് ഇമാം അവറുകൾ പറയുകയാണ്. കാരണം ചലനങ്ങൾ 3 വിധമാണുള്ളത്. ഒന്ന് ഹറക്കത്തുൻ ഇഖ്തിയാരിയത്തുൻ ഇറാദിയ, ഒന്ന് ഇഖ്തിയാരിയായ ചലനമാണ്, സ്വയേഷ്ടപ്രകാരം തെരഞ്ഞെടുക്കുന്ന ചലനങ്ങളുണ്ടാകും, ഉദ്ദേശപൂർവം ഉണ്ടാകുന്ന ചലനങ്ങളുണ്ടാകും. വഹറക്കത്തുൻ തബീഇയ്യ, പ്രകൃത്യാലുള്ളതായ ചലനങ്ങളുണ്ടാകും. വഹറക്കത്തുൻ ഖസ്രിയ്യ, മറ്റൊന്ന് നിർബന്ധപൂർവം ഉണ്ടാകുന്ന ചലനങ്ങളുണ്ടാകും. ചലിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന നിർബന്ധപൂർവം ചലിക്കുന്ന ചലനങ്ങളുണ്ടാകും. ഈ 3 വിധമാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ ചലനങ്ങളും.
എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ് വൽ ഹറക്കത്തു തബീഇയ്യത്തു അസ്ലുഹാ സുകൂൻ. തബീഇയായ പ്രകൃത്യാലുള്ള ചലനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം സുക്കൂനാണ്, നിശ്ചലതയാണ്. വഇന്നമാ യതഹറകുൽ ജിസ്മു ഇദാ ഖറജ അൻ മുസ്തഖരിഹി വമർകസിഹി അത്വബഈ ഫഹുവ യതഹറകു ലിൽഔദി ഇലൈഹി. അതിന് ഇമാം അവറുകൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ജിസ്മ്, ഒരു തടി, ഇവിടെ മനുഷ്യന്റെ പ്രവൃത്തി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പ്രാപഞ്ചികമായ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല ചലനങ്ങളും അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു തടി ചലിക്കുന്നു, അതിൻ്റെ ത്വബഈയായ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചലമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുസ്തഖറിൽ നിന്ന്, നിശ്ചലമായി നിൽക്കുന്ന ഇടത്ത് നിന്ന്, അതിൻ്റെ കേന്ദ്രബിന്ദുവിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ ഫഹുവ യതഹറകു ലിൽ ഔദി ഇലൈഹി, ആ പ്രഭവസ്ഥാനത്തേക്ക്, അതിൻ്റെ അസുൽ എവിടെയാണോ അതിലേക്ക് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് മടങ്ങി വരും. ആ മടങ്ങി വരലിനെയാണ് അവിടെ ത്വബീഇയായ ചലനം എന്നതുകൊണ്ട് ഇമാം അവറുകൾ പറയുന്നത്. അതുപോലെ ഖുറൂജുഹു അൻ മർകസിഹി വ മുസ്തഖരിഹി ഇന്നമാ ഹുവ ബിതഹരീഖിൽ ഖാസിരിൽ മുഹർരികില. അത് അതിൻ്റെ പ്രഭവസ്ഥാനത്ത് നിന്ന്, അതല്ലെങ്കിൽ അതിൻ്റെ വാസസ്ഥലത്ത് നിന്ന് ഒരു തടി അതിൻ്റെ പുറത്തേക്ക് കടക്കുന്നത് എപ്പോഴാണ്? അത് ബാഹ്യമായ ഒരു ഇടപെടൽ, ചലിപ്പിക്കുന്ന ഒന്ന്, നിർബന്ധിക്കുന്ന ഒന്ന് ഉണ്ടാകുമ്പോഴാണ് ഒരു വസ്തു അതിൽ നിന്ന് എന്ത് ചെയ്യുക? മറ്റൊന്നിലേക്ക് പുറപ്പെടുക, ചലിക്കുക. ഫലഹു ഹറക്കത്തുൻ കസ്രിയത്തുൻ തതഹറകു ബിതഹരീകി മുഹർരികിഹി വഖാസിരി. അപ്പോൾ ഈ കസ്രിയത്തായ ഹറക്ക്, നിർബന്ധപൂർവമുള്ള ചലനം എന്ന് പറയുന്നത് എന്താണ്? ചലിപ്പിക്കുന്ന ഒന്ന് അല്ലെങ്കിൽ നിർബന്ധിക്കുന്ന ഒന്ന് അതിന് നിർബന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ചലനമാണ്. വഹറക്കത്തുൻ തബീഇയ്യത്തുൻ ബിദാതിഹാ യത്ലുബു ബിഹാ അൽ ഔദ ഇലാ മർകസി. പ്രകൃതിയാലുള്ളതായ ചലനം എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ യഥാസ്ഥാനത്ത് നിന്ന് പുറത്തു കടന്നാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് മടങ്ങി വരും. അതാണ് തബീഇയായ ചലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വകിലാ ഹറക്കത്തൈനി താബിഅത്തുൻ ലിൽ ഖാസിരിൽ മുഹർരികി ഫഹുവ അസ്ലുൽ ഹറക്കത്തൈൻ. അപ്പോൾ ഈ പറയുന്ന രണ്ടും അതിന് പിന്നിൽ എന്തുണ്ട്? തബീഇയായ ചലനമാണെങ്കിലും നിർബന്ധപൂർവമുള്ള ചലനമാണെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരു ചലിപ്പിക്കുന്ന വസ്തുവുണ്ട്. ചലിപ്പിക്കുന്ന ഒന്ന് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതതിൻ്റെ പ്രഥമ സ്ഥാനത്ത് നിന്ന് മറ്റിടത്തേക്ക് നീങ്ങിയത്. അങ്ങനെ നീങ്ങിയത് പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? തിരിച്ച് അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ വരികയാണ്. അത് ആ ചലനം ഉണ്ടാകാൻ കാരണം ഒരാൾ എന്ത് ചെയ്തുകൊണ്ടാണ്? അതിനെ ചലിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് മൂന്നാമത്തെ ഇനം പറയുന്നു വൽ ഹറക്കത്തുൽ ഇഖ്തിയാരിയത്തുൽ ഇറാദിയ. സ്വയ ഇഷ്ടപ്രകാരം ബോധപൂർവമുള്ള ചലനം ഹി അസ്ലുൽ ഹറക്കത്തൈനിൽ ഉഖറൈൻ. ഈ ആദ്യം പറഞ്ഞ രണ്ട് ഹറക്കത്തിൻ്റെയും ചലനത്തിൻ്റെയും അടിസ്ഥാനം ബോധപൂർവമുള്ള ചലനമാണ്. വഹിയ താബിഅത്തുൻ ലിൽ ഇറാദത്തി വൽ മഹബ്ബ. ബോധപൂർവമുള്ള ചലനം അത് ഉദ്ദേശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക? ഉണ്ടാവുക. ഒരാൾ സ്വയം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ബോധപൂർവമുള്ളതായ ഒരു കാരണത്താലാണ് ഈ പറയുന്ന ഇഖ്തിയാരിയായ ചലനം ഉണ്ടാവുക. ഇഖ്തിയാരിയായ ചലനമാണ് നേരത്തെ പറഞ്ഞ ആദ്യ രണ്ട് ചലനങ്ങളുടെയും അടിസ്ഥാനം. അതുകൊണ്ട് ഫസ്വാറത്തിൽ ഹറക്കാത്തു സലാസു താബിഅത്തൻ ലിൽ മഹബ്ബത്തി വൽ ഇറാദ. അതുകൊണ്ട് ഈ പറയുന്ന മൂന്ന് ചലനങ്ങളും എന്തിനെ പിന്തുടരുന്നതാണ്? ഈ പറയുന്ന മഹബ്ബത്തിനെയും ഇഷ്ടത്തെയും ഉദ്ദേശത്തെയും പിന്തുടരുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് ഉദ്ദേശമുണ്ട് എങ്കിലേ, അല്ലെങ്കിൽ സ്നേഹമുണ്ട് എങ്കിലേ എന്ത് ചെയ്യുന്നുള്ളൂ? സ്വയേഷ്ടപ്രകാരമുള്ള ചലനം നടക്കുന്നുള്ളൂ. ആ സ്വയേഷ്ടപ്രകാരമുള്ള ചലനമാണ് ത്വബീഇയായ ചലനത്തിൻ്റെയും നിർബന്ധപൂർവമുള്ള ചലനത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ എല്ലാവിധ ചലനങ്ങളും എന്തിലേക്ക് പോകുന്നു? ഇഷ്ടത്തിലേക്ക്, സ്നേഹത്തിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് ഷേഖ് അവറുകൾ പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അതിന് വിശദാംശം പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വ്യക്തമാകും. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ് വദ്ദലീലു അലാ ഇൻഹിസ്വാരിൽ ഹറകാത്തി ഫീ ഹാദിഹി സലാസി. ഈ മൂന്ന് കാര്യങ്ങളിൽ പരിമിതമാണ് ചലനങ്ങൾ എന്നുള്ളതിനുള്ള തെളിവെന്താണ്? അന്നൽ മുതഹരിക ഇൻ കാന ലഹു ഷുഊറുൻ ബിൽ ഹറകതി ഫഹിൽ ഇറാദിയ. ഒരു ചലിക്കുന്ന വസ്തു, അത് ചലിക്കുമ്പോൾ അതിന് എന്തുണ്ട്? ഇറാദത്തുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനെ ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ചലനമാണ് എങ്കിൽ അതെന്താണ്? അതായത് ചലിക്കുക എന്നുള്ള മനസ്സിലുള്ള ഒരു ചിന്തയോടുകൂടി ചലിക്കുന്നതാണ് എങ്കിൽ അത് ഇറാദിയായ ചലനമാണ്, ഉദ്ദേശപൂർവമുള്ള ചലനമാണ്. വ ഇല്ലം യകുൻ ലഹു ശുഊറുൻ ബിഹ. അങ്ങനെ ഒരു ബോധമില്ലാതെയാണ് ചലിക്കുന്നത് എങ്കിൽ ഫ ഇമ്മ അൻ തകൂന അലാ വഫ്ഖി തബഇഹി ഔല. ഒന്നുകിൽ അതിൻ്റെ സ്വാഭാവികമായ ചലനമായിരിക്കും, അല്ലെങ്കിൽ അല്ലാതെയായിരിക്കും.
സ്വാഭാവികമായ ചലനമാണ് എങ്കിൽ അത് ത്വബീഇയായ പ്രകൃതിയാലുള്ള ചലനം എന്ന് പറയും. അതല്ല എങ്കിൽ അതിനെ ഖസ്രിയായത് നിർബന്ധപൂർവം ചലിപ്പിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് ഇമാം അവർകൾ ഇതിന് ഉദാഹരണം പറയുകയാണ്. ഇദാ സബത ഹാദാ, ഈ 3 ചലനങ്ങളെ കുറിച്ച് മനസ്സിലായാൽ, ഫമാ ഫിസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ, ആകാശങ്ങളിലും ഭൂമിയിലും അവകൾക്ക് ഇടയിലുള്ളതിലുമില്ല, മിൻ ഹറകാത്തിൽ അഫ്ലാക്കി വശംസി വൽ ഖമരി, അത് ഫലക്കുകളുടെ ഗ്രഹങ്ങളുടെ അതിൻ്റെ ചലനങ്ങളാകട്ടെ, സൂര്യൻ്റെ ചന്ദ്രൻ്റെ, വന്നുജൂമി നക്ഷത്രങ്ങളുടെ, വരിയാഹി കാറ്റിൻ്റെ, വസ്സഹാബി അതേപോലെ തന്നെ മേഘങ്ങളുടെ, വൽ മത്വരി വൻ നബാത്തി മഴ, അതേപോലെ സസ്യങ്ങൾ, വഹറക്കാത്തിൽ അജിന്നത്തി ഫി ബുത്തൂനി ഉമ്മഹാത്തിക, മാതാക്കളുടെ ഉദരത്തിലുള്ളതായ ജനീൻ ഗർഭസ്ഥ ശിശുക്കളുടെ ചലനം, ഇതെല്ലാം തന്നെ ഫഇന്നമാ ഹിയ ബിവാസിത്വത്തിൽ മലായിക, അവകളെല്ലാം ചലിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മലായിക്കത്തുകളുടെ വാസിത്തയുടെ അടിസ്ഥാനത്തിലാണ്. മലായിക്കത്തുകളുടെ പ്രേരണയാലാണ്, അവരുടെ നിയന്ത്രണത്താലാണ് എന്ത് ചെയ്യുന്നത്? വൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ തീരുമാനിക്കുന്നവകളായ മലായിക്കത്താണ് അവൾ എന്ത് ചെയ്യുന്നത്? ചലിപ്പിക്കുന്നത്. വൽ മുഖസ്സിമാത്തി അംറ, കാര്യങ്ങളെ ഓഹരി ചെയ്ത് കൊടുക്കുന്നതായ മലായിക്കത്ത്. കമാ ദല്ല അലാ ദാലിക ഫീ നുസൂസിൻ മിനൽ ഖുർആനി വസുന്നതി ഫീ ഗൈരി മൗദിഇൻ, ഇത് ഖുർആനിലും സുന്നത്തിലും ഒന്നിലധികം സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ചലനങ്ങളെല്ലാം തന്നെ എന്താണ്? ഈ മലായിക്കത്ത് മുഖേന ഉണ്ടാകുന്ന ചലനങ്ങളാണ്. മലായിക്കത്ത് എങ്ങനെയാണ് ഇവകളെ ചലിപ്പിക്കുന്നത്? അത് അവരുടെ ഉദ്ദേശപൂർവ്വമുള്ള ചലനങ്ങളാണ്. അതിൻ്റെ പ്രേരണ എന്താണ്? അള്ളാഹുവിനോടുള്ള മഹബത്താണ്. അള്ളാഹുവിനോടുള്ള മഹബത്ത് കൊണ്ട് അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയാണ് ഈ പറയുന്ന പ്രവർത്തികളിലൂടെ. എന്നിട്ട് ഇമാം അവർ അതിന് വിശദീകരിക്കണം. വൽ ഈമാനു ബിദാലിക മിൻ തമാമിൽ ഈമാനി ബിൽ മലായിക, ഇത് വിശ്വസിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ ചലനങ്ങളെല്ലാം ഈ പറയുന്ന മലായിക്കത്തിന്റെ ഇടപെടലിലൂടെയാണ് അള്ളാഹു നടത്തുന്നത് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് മലായിക്കത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്, അതിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഫഇന്നല്ലാഹ വക്കല ബിർറഹിമി മലായിക, അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഗർഭാശയത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മലായിക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അത് കാണാം. ഒബിൽ ഖത്രി മലായിക, മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു മലായിക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒബിൻ നബാത്തി മലായിക, സസ്യങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് മലായിക്കത്തുകളുണ്ട്. ഒബിൽ റിയാഹി മലായിക, കാറ്റുമായി ബന്ധപ്പെട്ട് മലായിക്കത്തുണ്ട്. ഒബിൽ അഫ്ലാക്കി വശംസി വൽ ഖമരി വൻ നുജൂമി, സൂര്യൻ, ചന്ദ്രൻ, മറ്റ് നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, ഇവകളുടെ എല്ലാ ചലനങ്ങളിൽ എന്തുണ്ട്? മലായിക്കത്തിന്റെ സ്വാധീനമുണ്ട്. അപ്പൊ ഇതെല്ലാം, ഈ ചലനങ്ങളെല്ലാം എന്താണ്? സ്വയേഷ്ടപ്രകാരമുള്ള ചലനമല്ല, ഈ പ്രാപഞ്ചികമായ അത് എന്താണ്? അത് നിർബന്ധപൂർവമുള്ള അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പ്രകൃതിയാലുള്ള ചലനങ്ങളാണ്. അപ്പൊ അതിന്റെ പിന്നിലുള്ളത് എന്താണ്? ഈ പറയുന്ന മലായിക്കത്തിന്റെ ഇടപെടലുകളാണ്. അതാകട്ടെ സ്വയം ഇഷ്ടപ്രകാരമുള്ള അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്നുള്ള നിലയിലുള്ള ചലനങ്ങളുമാണ്. വവക്കല ബികുല്ലി അബ്ദിൻ അർബഅത മിനൽ മലായിക, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ അടിമകളിലും 4 മലായിക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. കാതിബൈനി അൻ യമീനിഹി വശിമാലി, അവന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും അവന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലായിക്കത്തുണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരടിമയും ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല, സന്നദ്ധരായി കാത്തു നിൽക്കുന്ന മലായിക്കത്തിന്റെ സാന്നിധ്യത്തിലല്ലാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ഖുർആനിൽ കാണാം വഹാഫിളൈനി മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി, അതേപോലെ മറ്റു 2 മലക്കാണ് അവന്റെ മുന്നിലും പിന്നിലുമായി നിലയുറപ്പിച്ചിരിക്കുന്ന മലായിക്കത്ത്. വലതും ഇടതും നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുണ്ട്, മുന്നിലും പിന്നിലും എന്തുണ്ട്? ഹാഫിളീങ്ങളായ മലായിക്കത്തുണ്ട്. ഖുർആൻ പറയുന്നത് കാണാം ലഹു മുഅഖിബാത്തുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി, മനുഷ്യന് മുഅഖിബാത്തുകളായ തുടരെ വരുന്നവരായ മലായിക്കത്തുണ്ട് മനുഷ്യർക്ക്. എന്താണ് അവർ ചെയ്യുന്നത്? മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി, അവരുടെ മുന്നിലുമുണ്ട് പിന്നിലുമുണ്ട്. യഹ്ഫദൂനഹു മിൻ അംരില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവന്റെ കൽപ്പനയാൽ എന്ത് ചെയ്യുന്നു? ഈ മലായിക്കത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട്, പല ഉപദ്രവങ്ങളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വവക്കല മലായിക്കത്തം ബിഖബ്ലി റൂഹി, റൂഹ് പിടിക്കാൻ, ആത്മാവ് പിടിച്ചെടുക്കാൻ അള്ളാഹു മലായിക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. വതജ്ഹീസിഹാ ഇലാ മുസ്തഖരിഹാ ഫിൽ ജന്നത്തി വന്നാർ, അതേപോലെ ഇതിനെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനമായ സ്വർഗലോകത്തേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്
അവരെ ആനയിച്ചു കൊണ്ടുപോകാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മലായിക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. വമലായിക്കത്തം ബിമുസാഅലതിഹി വംതിഹാനിഹി ഫീ ഖബ്രി, ഖബറിൽ ഈ ഓരോ അടിമകളോടും ചോദ്യം ചോദിക്കാൻ, അവരെ പരീക്ഷിക്കാൻ അല്ലാഹു മലായിക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. വമലായിക്കത്തം ബിതഅദീബിഹി ഫിന്നാരി ഔ നഈമിഹി ഫിൽ ജന്ന, നരകത്തിൽ ഇവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ചില മലായിക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന് വേണ്ടിയിട്ടും മലായിക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. വവക്കല ബിൽ ജിബാലി മലായിക്ക, പർവ്വതങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു മലായിക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. വബിസ് സഹാബി മലായിക്ക, മേഘങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു മലായിക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. തസൂഖുഹു ഹൈസു ഉമിറത് ബി, കൽപ്പിക്കപ്പെടുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? ഈ മലായിക്കത്ത് സഹാബുകളെ, മേഘങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നു. വബിൽ ഖത്രി മലായിക്ക, മഴയുടെ കാര്യത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? മലായിക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. തൻസിലു ബി അംരില്ലാ ബിഖദരി മഅലൂമിൻ കമാ ഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവൻ ഇച്ഛിക്കുന്നത് പോലെ എന്താണ് അറിയപ്പെട്ട അളവിനനുസൃതമായി എന്ത് ചെയ്യുന്നു? മഴ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ വവക്കല മലായിക്കത്തം ബിഗർസിൽ ജന്ന വഅമലി ആലതിഹ, സ്വർഗത്തെ പരിപാലിക്കാൻ, അതിൽ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കാൻ, അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കാൻ മലായിക്കത്തുണ്ട്. വഫുറുഷിഹ വൽ ഖിയാമി അലൈഹ, അതിലുള്ള വിരിപ്പുകൾ ശരിയാക്കാൻ, അതേപോലെ തന്നെ അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട്. മലായിക്കത്തം ബിന്നാരി കദാലിക്, എപ്രകാരം തന്നെ നരകത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? മലായിക്കത്തുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഫഅഅദമു ജുന്ദില്ലാഹിൽ മലായിക്ക, അള്ളാഹുവിൻ്റെ സൈന്യത്തിൽ ഏറ്റവും എന്താണ് ആദമായ മഹത്വമേറിയ ഒരു സൈന്യമാണ് മലായിക്കത്ത്. വലഫ്ളുൽ മലക്കി യുശ്ഇറു ബിഅന്നഹു റസൂലുൻ, മലക്ക് എന്നുള്ള പദം അത് സൂചിപ്പിക്കുന്നത് അത് റസൂലാണ് എന്നുള്ളതാണ്. മലായിക്കത്ത് അള്ളാഹുവിൻ്റെ റസൂലാണ്. മലക്ക് എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? റിസാലത്ത് എത്തിക്കുക, അതായത് സന്ദേശം എത്തിക്കുക എന്നുള്ള അർത്ഥത്തിൽ. മുനഫിദുൻ ലി അംരി ഗൈരിഹി, മറ്റൊരാളുടെ കൽപ്പനയെ നടപ്പിലാക്കുക എന്നുള്ളതാണ് മലക്ക് എന്നുള്ളതിന്റെ അർത്ഥം, റിസാലത്ത് എത്തിക്കുക. വലൈസ ലഹും മിനൽ അംരി ഷൈഉൻ, അവർക്ക് സ്വയം എന്തില്ല? ഒന്നും ചെയ്യാനുള്ള അധികാരമില്ല. വലിൽ അംറു കുല്ലുഹു ലില്ലാ, കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അത് നടപ്പിലാക്കുന്ന, അത് എന്ത് ചെയ്യുന്നത്? ചെയ്യേണ്ട പ്രകാരം ചെയ്തു തീർക്കുന്ന ദൗത്യമാണ് ആര് നിർവഹിക്കുന്നത്? മലായിക്കത്ത് നിർവഹിക്കുന്നത്. വഹും യുദബ്ബിറൂനൽ അംറ, കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു? യഥാവിധം നടപ്പിലാക്കുന്നു. വയുഖസ്സിമൂനഹു ബിഅംരില്ലാഹി വഇദ്നി, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അനുമതി പ്രകാരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? വിഹിതം വച്ച് കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് മലായിക്കത്ത് ചെയ്യുന്നത്. ഖാല തആല ഇഖ്ബാറൻ അൻഹും, അവരെ കുറിച്ച് അള്ളാഹു അവരുടെ വാക്യം തന്നെ പറയുന്നത് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പറയാണ്, വമാ നതനസ്സലു ഇല്ലാ ബി അംരി റബ്ബിക്, നബിയെ താങ്കളുടെ റബ്ബിന്റെ കൽപ്പന കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. താങ്കളുടെ റബ്ബിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഞങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുകയുള്ളൂ. ലഹു മാ ബൈന ഐദീന വമാ ഖൽഫന വമാ ബൈന ദാലിക്, നമ്മുടെ മുന്നിലും പിന്നിലും ഇടയിലുള്ളതുമെല്ലാം ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. വമാ കാന റബ്ബുക നസിയ്യ, താങ്കളുടെ റബ്ബ് മറവി ബാധിക്കുന്നവനല്ല എന്നുള്ള മലായിക്കത്ത് പറയുന്നതായിട്ട് ആര് പറയാണ്? അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. വഖാല തആല, മറ്റൊരായത്തിൽ കാണാം അള്ളാഹു പറയുന്നു, വകം മിൻ മലക്കിൻ ഫിസ് സമാവാത്ത്, ആകാശങ്ങളിൽ എത്രയോ മലക്കുകളാണ്. ലാ തുഗ്നി ശഫാഅതുഹും ഷൈഅൻ, അവരുടെ ശുപാർശ കൊണ്ട് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒരു രീതിയിലുള്ള ഉപകാരവും സിദ്ധിക്കുന്നില്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹ്, അള്ളാഹു അനുമതി കൊടുത്തതിന് ശേഷമല്ലാതെ. ലിമൻ യശാഉ വയർള, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അവൻ തൃപ്തിപ്പെട്ടവർക്ക് ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുമതി കൊടുത്തിട്ട് അവർ ശുപാർശ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ശുപാർശക്ക് എന്തെങ്കിലും ഫലമുണ്ടാവുകയുള്ളൂ. അപ്പൊ സ്വയമായിട്ടൊന്നും ചെയ്യുന്നവരല്ല അവർ. പിന്നെയോ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, കൽപ്പന പ്രകാരമാണ് അവർ ചെയ്യുന്നത്. മാത്രമല്ല വഅഖ്സമ സുബ്ഹാനഹു ബിതവായിഫ മിനൽ മലായിക, മലായിക്കത്തിലെ പല സംഘങ്ങളെ കുറിച്ച് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അങ്ങനെ സത്യം ചെയ്ത് അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവകൾക്ക് ഒരു മഹത്വമുണ്ട് എന്നുള്ള കാരണത്താലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നത്. അൽ മുനഫിദീന ലി അംരി ഫിൽ ഖലീഖ, സൃഷ്ടികളിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നതായ ഈ മലായിക്കത്തിൽ നിന്നുള്ള പല സംഘങ്ങളെ അള്ളാഹു ചെയ്തിട്ടുണ്ട്, സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. കമാ ഖാൽ, അള്ളാഹു പറഞ്ഞതുപോലെ വസ്സാഫാത്തി സഫ, സഫുകളായി അണികളായി നിൽക്കുന്നവകളെ തന്നെ സത്യം. അത് മലായിക്കത്തിനെ കുറിച്ചാണ്. മലായിക്കത്ത് എന്ത് ചെയ്യും? ഭൂമിയിൽ മനുഷ്യർ ഇബാദത്തിന് വേണ്ടി അണികളായി നിൽക്കുന്നത് പോലെ എന്ത് ചെയ്യും? മലായിക്കത്തും അണികളായി നിൽക്കുമെന്നാണ്.
അവരുടെ അണികളുടെ പ്രത്യേകത, ഒരു അണി പൂർത്തിയായതിനു ശേഷം, ഒരു സഫ് പൂർത്തിയായതിനു ശേഷം എന്ത് ചെയ്യുള്ളൂ, അടുത്ത സഫ് അവർ ആരംഭിക്കുകയുള്ളൂ എന്ന് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ ഫസ്സാജിറാത്തി സജ്റാ, അതായത് സഹാബുകളെ, മേഘങ്ങളെ തടഞ്ഞു നിർത്തുകയും അതിനെ നയിച്ചു കൊണ്ടുപോകുന്നതുമായ മലായിക്കത്തിനെ തന്നെ സത്യം. ഫത്താലിയാത്തി ദിക്റ, എന്നിട്ട് അള്ളാഹുവിന്റെ ദിക്റുകൾ, മഹാമീദുകൾ ഉരുവിടുന്നതായ മലായിക്കത്തിനെ കൊണ്ട് തന്നെ സത്യം. അതുപോലെ വേറൊരു സൂറത്തിൽ കാണാം, സൂറത്തുൽ മുർസലാത്തിൽ അള്ളാഹു പറയുന്നു, വൽ മുർസലാത്തി ഉർഫ, ഹിക്മത്ത് പ്രകാരം, ഉദ്ദേശപ്രകാരം അള്ളാഹു നിയോഗിച്ചിരിക്കുന്നതായ മലായിക്കത്തിനെ കൊണ്ട് തന്നെ സത്യം. ഫൽ ആസിഫാത്തി ആസ്ഫ, എന്നിട്ട് കാറ്റടിച്ച് വീശുന്ന പോലെ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ വേഗതയിൽ പൂർത്തിയാക്കുന്നവകളായ മലായിക്കത്തിനെ കൊണ്ട് തന്നെ സത്യം. വന്നാഷിറാത്തി നഷ്റ, അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ, ചില തഫ്സീറുകൾ പ്രകാരം മേഘങ്ങളെ പരത്തുന്നവരുമായ മലായിക്കത്തിനെ കൊണ്ട് തന്നെ സത്യം. ഫൽഫാരിഖാത്തി ഫർഖ, വിവിച്ഛേദിക്കേണ്ടവകളെ പരസ്പരം വിവിച്ഛേദിക്കുന്നവകളുമായ മലായിക്കത്ത്. ഫൽ മുൽഖിയാത്തി ദിക്റ, അങ്ങനെ അള്ളാഹുവിന്റെ വഹയ്യ് ഇട്ടുകൊടുക്കുന്നവകളായ മലായിക്കത്തിനെ കൊണ്ട് തന്നെ സത്യം. അപ്പോൾ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പല ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഈ മലായിക്കത്തിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. മറ്റൊരായത്തിൽ കാണാം, വന്നാസിആതി ഗർഖ വന്നാശിത്വാതി നഷ്ത, കുഫാറുകളുടെ റൂഹിനെ വളരെ ബലപ്രയോഗം മുഖേന ശക്തമായി വലിച്ചൂരുന്നവരായ മലായിക്കത്തിന് തന്നെ സത്യം. വന്നാശിത്വാതി നഷ്ത, അതേപോലെ മുഅ്മിനീങ്ങളുടെ റൂഹിനെ വളരെ മൃദുവായി കൊണ്ട് വലിച്ചെടുക്കുന്നവകളായ മലായിക്കത്തിനെ കൊണ്ട് സത്യം. വസാബിഹാത്തി സബ്ഹ, എന്നിട്ട് ആകാശ ലോകത്തോടെ നീന്തി തുടിച്ചു പോകുന്നതായ മലായിക്കത്ത് തന്നെ സത്യം. ഫസാബിഖാത്തി സബ്ഖ, അങ്ങനെ അവിടെ അവർ എന്ത് ചെയ്യുന്നു, മത്സരിച്ചുകൊണ്ട്, റൂഹ പിടിച്ച് മത്സരിച്ചുകൊണ്ട് പോകുന്നവകളായ മലായിക്കത്ത്. ഫൽ മുദബ്ബിറാത്തി അംറ, അങ്ങനെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നവകളായ മലായിക്കത്തിനെ കൊണ്ട് തന്നെ സത്യം. ഇങ്ങനെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, പ്രപഞ്ചത്തിലുള്ള സകല ചലനങ്ങൾക്കും പിന്നിൽ ഈ മലായിക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതിനേക്കുള്ള സൂചന നൽകുന്ന ധാരാളം ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇമാമുകൾ പറയാണ്, വഖദ് ദഖർനാ മഅനാ ദാലിക വസിറൽ ഇഖ്സാമി ബിഹി ഫീ കിതാബി ഐമാനുൽ ഖുർആൻ. ഐമാനുൽ ഖുർആൻ, ഖുർആനിലെ സത്യങ്ങൾ, സത്യം ചെയ്യലുകൾ എന്നുള്ള ഒരു കിതാബ് ആർക്കുണ്ട്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ളാഹിക്കുണ്ട്. അതിൽ ഖുർആനിൽ വന്നിരിക്കുന്ന ഇങ്ങനെയുള്ള ഓരോ സത്യങ്ങളുടെയും പിന്നിലുള്ള രഹസ്യം എന്താണ്, അതിന്റെ മാന എന്താണ് എന്ന് ചെയ്തിട്ടുണ്ട് ഷെയ്ഖ് അവറുകൾ വിവരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, വഇദാ ഉരിഫ ദാലിക, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ, ഫജമീഉ തിൽകൽ മഹബ്ബാതി വൽ മുഹർരികാതി വൽ ഇറാദാതി വൽ അഫ്ആലി ഹിയ ഇബാദത്തും മിൻഹു ലിറബ്ബിൽ അർളി വസ്സമാവാത്ത്. ഈ പറയുന്ന എല്ലാവിധ സ്നേഹങ്ങളും ചലനങ്ങളും ഉദ്ദേശങ്ങളും പ്രവർത്തികളുമെല്ലാം ഈ പറയുന്ന സൃഷ്ടികളുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിനുള്ള, ആകാശഭൂമികളുടെ റബ്ബിനുള്ള ഇബാദത്തുകളാണ് ഇവകൾ മുഴുവനും. ഈ പറയുന്ന ചലനങ്ങളും അതിനെ ചലിപ്പിക്കുന്നവകളും ആ പ്രവർത്തനങ്ങളും അവരുടെ ഇറാദാത്തുകളും എല്ലാം തന്നെ എന്താണ്? ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിനുള്ള ഇബാദത്താണ്. വജമീഉൽ ഹറകാത്തി ത്വബീഇയ്യത്തി വൽ ഖസ്രിയ്യത്തി താബിഅത്തുൻ ലഹാ, പ്രകൃത്യാലുള്ള ചലനങ്ങളാകട്ടെ നിർബന്ധപൂർവമുള്ള ചലനങ്ങളാകട്ടെ ഇവകളെല്ലാം ഈ മഹബ്ബത്തിനോട്, ഈ ഇച്ഛയോട് പിന്നിൽ സഞ്ചരിക്കുന്നവകളാണ്. അതിന്റെ കാരണത്താലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ചലനങ്ങളെല്ലാം ഭൂമിയിൽ നടക്കുന്നത്. ഫലൗലൽ ഹുബ്ബു, സ്നേഹമുണ്ടായിരുന്നില്ല എങ്കിൽ മാദാറത്തിൽ അഫ്ലാഖ്, ഈ പറയുന്ന എന്ത് ചെയ്യില്ല, ആകാശമണ്ഡലങ്ങളിൽ ഈ പറയുന്ന ഗ്രഹങ്ങളൊന്നും എന്ത് ചെയ്യുമായിരുന്നില്ല, ചലിക്കുമായിരുന്നില്ല. വലാ തഹറക്കത്തിൽ കവാകിബുൻ നയ്യിറാത്ത്, പ്രകാശം ചുരിയുന്ന നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുമായിരുന്നില്ല, ചലിക്കുമായിരുന്നില്ല. വലാ ഹബ്ബത്തിൽ റിയാഹുൽ മുസഖറാത്ത്, നിയന്ത്രിക്കപ്പെടുന്നതായ കാറ്റുകൾ അടിച്ചു വീശുമായിരുന്നില്ല. വലാ മറത്തി സുഹബുൽ ഹാമിലാത്ത്, വലിയ മഴ മേഘങ്ങളെ വഹിച്ചുകൊണ്ടുള്ളതായ മേഘങ്ങൾ എന്ത് ചെയ്യുമായിരുന്നില്ല, ചലിക്കുമായിരുന്നില്ല. വലാ തഹറക്കത്തിൽ അജിന്നതു ഫീ ബുതൂനിൽ ഉമ്മഹാത്ത്, മാതാക്കളുടെ ഉദരങ്ങളിൽ ഗർഭസ്ഥ ശിശുക്കൾ എന്ത് ചെയ്യുമായിരുന്നില്ല, ചലിക്കുമായിരുന്നില്ല. വലൻ സ്വദഅ അനിൽ ഹബ്ബി അൻവാഉൻ നബാത്ത്, ധാന്യങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ സസ്യങ്ങൾ മുളപൊട്ടി വരുമായിരുന്നില്ല. വലൽ തറബത്ത് അംവാജു സാഖിറാത്ത്, വലിയ ഭീമാകാരങ്ങളായ തിരമാലകൾ എന്ത് ചെയ്യുമായിരുന്നില്ല, അടിച്ചു വീശുമായിരുന്നില്ല. വലാ തഹറക്കത്തിൽ മുദബ്ബിറാത്ത് വൽ മുഖസ്സിമാത്ത്, അതുപോലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നവകളായ, ഓഹരി വെക്കുന്നവകളായ മലായിക്കത്ത് ചലിക്കുമായിരുന്നില്ല. അവരും എന്തുകൊണ്ടാണ് ചലിക്കുന്നത്? ഈ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വലാ സബ്ബഹത് ബിഹംദി ഫാത്തിരിഹാ അൽ അർളൂന വസ്സമാവാത്ത്, ഭൂമിയിലുള്ളവരും ഭൂമികളും ആകാശങ്ങളും
വമാ ഫീഹ അവകളിലുള്ള സകലതും മിൻ അൻവാഇൽ മഖ്ലൂഖാത്ത് എല്ലാ സൃഷ്ടികളാലും ഇവകൾ മുഴുവനും എന്ത് ചെയ്യുമായിരുന്നില്ല, അള്ളാഹുവിന് തഹ്മീദുകളും തസ്ബീഹുകളും അർപ്പിക്കുമായിരുന്നില്ല. ഫസുബ്ഹാനമൻ അതുകൊണ്ട് അങ്ങനെയുള്ളവൻ എത്ര പരിശുദ്ധരാണ്. അള്ളാഹു പറയുന്നു തുസബ്ബിഹു ലഹു സമാവാത്ത് ആകാശങ്ങൾ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുകയാണ്. അസ്സബു 7 ആകാശങ്ങളും വൽ അർദു വമൻ ഫീഹിൻ അതേപോലെ തന്നെ ഭൂമിയും ആകാശഭൂമികളിൽ ഉള്ളവരും വ ഇമ്മിൻ ഷൈഇൻ ഒരു വസ്തുവും തന്നെയില്ല ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു വസ്തുവും തന്നെയില്ല ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി അള്ളാഹുവിന് തഹ്മീദുകളും തസ്ബീഹുകളും അർപ്പിക്കുന്നവരായിട്ടല്ലാതെ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും എന്നാൽ അവരുടെ തസ്ബീഹകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ അവൻ ഹിൽമുള്ളവനും യുക്തിയുള്ളവനും അതേപോലെ ധാരാളം പൊറുക്കുന്നവനുമാണ്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ചലനങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ മഹബ്ബത്തിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. എന്നിട്ട് ഇമാമുകൾ പറയുന്നു ഇദാ ഉരിഫ ദാലിക ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഫകുല്ലു ഹയ്യിൻ ലഹു ഇറാദത്തുൻ ജീവനുള്ള സകല വസ്തുക്കളും അതിന് ഒരു ഉദ്ദേശമുണ്ട്. വ മഹബ്ബത്തുൻ എന്തുണ്ട്, സ്നേഹമുണ്ട്. വ അമലും ബിഹസബി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തികളുമുണ്ട്. അപ്പോൾ ജീവനുള്ള ഏത് വസ്തുവാകട്ടെ അതിന് ഒരു ഉദ്ദേശവും സ്നേഹവുമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുമുണ്ട്, പ്രവർത്തികളുമുണ്ട്. വകുല്ലു മുതഹർരികിൻ ഫഅസ്ലു ഹറകതിഹി അൽ മഹബ്ബത്തു വൽ ഇറാദ ചലിക്കുന്ന ഏതൊരു വസ്തുവിൻ്റെയും ചലനം അത് അതിൻ്റെ അടിസ്ഥാനം എന്ത് തന്നെയാണ്, ഈ മഹബ്ബത്ത് ഈ സ്നേഹവും ഉദ്ദേശവുമാണ്. വലാ സ്വലാഹ ലിൽ മൗജൂദാത്തി മൗജൂദാത്തുകൾക്ക് സൃഷ്ടികൾക്ക് ഒരു നന്മയും ഉണ്ടാവുകയില്ല ഇല്ലാ ബി അൻ തകൂന ഹറകാതുഹാ വ മഹബ്ബതുഹാ ലിഫാതിരിഹാ വ ബാരിഇഹാ വഹദ എപ്പോഴല്ലാതെ അവരുടെ ഹറക്കത്തുകൾ ചലനങ്ങൾ മുഴുവനും എങ്ങനെയായി തീർന്നാലല്ലാതെ ആ ചലനങ്ങൾ മുഴുവനും അവകളെ സൃഷ്ടിച്ചവരായ അവരെ രൂപകൽപ്പന ചെയ്തവനായ ഏതൊരുവനുണ്ടോ ഏകനായ ഒരുവൻ അവനുള്ള സ്നേഹത്തിന്റെ കാരണത്താലായി തീർന്നാലല്ലാതെ എന്തില്ല, ഒരു സൃഷ്ടിക്കും ഒരു നന്മയും ലഭിക്കാനില്ല. അപ്പോൾ ചലനങ്ങൾ മുഴുവൻ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഇരിക്കെ സൃഷ്ടികൾക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കണമെങ്കിൽ മസ്ലഹത്ത് ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും സ്വലാഹിയത്ത് ഉണ്ടാകണമെങ്കിൽ എന്തായി തീരേണ്ടതുണ്ട്, ഇല്ലാ ബി അൻ തകൂന ഹറകാതുഹ അവകളുടെ ഹറക്കത്തുകൾ ആയിത്തീരുന്നാലല്ലാതെ മഹബ്ബത്തുഹ അവകളുടെ സ്നേഹം ആർക്ക് വേണ്ടി മാത്രമായി തീർന്നാലല്ലാതെ അതിനെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് വേണ്ടി മാത്രമായി തീർന്നാലല്ലാതെ എന്തില്ല, യാതൊരു ഫലവുമില്ല. കമാ ലാ വുജൂദ ലഹാ ഇല്ലാ ബി ഇബ്ദാഇഹി വഹദ ഈ പറയുന്ന സൃഷ്ടികൾക്ക് ഒരു അസ്തിത്വം ഉണ്ടാകുമായിരുന്നില്ല അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. അള്ളാഹു ആണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഒരു അസ്തിത്വം തന്നെ ഉണ്ടായത്. വലിഹാദാ ഖാല തആല അതുകൊണ്ട് അള്ളാഹു തആല പറയുകയാണ് ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ ആകാശത്തും ഭൂമിയിലും ആകാശങ്ങളിലും ഭൂമിയിലും ആലിഹത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതായത് ആരാധ്യർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇല്ലല്ലാ അള്ളാഹുവിനെ കൂടാതെ ലഫസദത അതിൻ്റെ ക്രമം മുഴുവൻ എന്ത് ചെയ്യുമായിരുന്നു, താറുമാറാകുമായിരുന്നു, മുഴുവൻ പ്രശ്നങ്ങളാകുമായിരുന്നു. ഇത് ഇമാം അവർ വളരെ സുന്ദരമായി വിശദീകരിക്കുന്നതിന് ശേഷം ഇവിടെ വലം യഖുൽ സുബ്ഹാനഹു ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടില്ല ലമാ ഉജിദത ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു അല്ലാത്ത ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആകാശവും ഭൂമിയും ഉണ്ടാകുമായിരുന്നില്ല എന്നല്ല പറഞ്ഞത്. വലഖാനത മഅദൂമത്തൈൻ അവകൾ ഇല്ലാതെയായി തീർന്ന ആകുമായിരുന്നില്ല, അല്ലെങ്കിൽ വലാഖാല ലഉദിമത അവകൾ ഇല്ലാതെയായി പോകും എന്നല്ല പറഞ്ഞത്. പിന്നെയോ ഇദ് ഹുവ സുബ്ഹാനഹു ഖാദിറുൻ അലാ അൻ യുബ്ഖിയഹുമാ അലാ വജ്ഹിൽ ഫസാദ് ഈ ആകാശങ്ങളെയും ഭൂമിയെയും തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ സ്വലാഹിയത്തില്ലാത്ത അവസ്ഥയിൽ നന്മയില്ലാത്ത അവസ്ഥയിൽ അതിനെ അവശേഷിപ്പിക്കാൻ ആർക്ക് കഴിവുണ്ട്, അള്ളാഹുവിന് കഴിവുണ്ട്. അപ്പോൾ അള്ളാഹുവിന് പുറമെ മറ്റ് ആരാധ്യരെ ആരാധിച്ചാൽ അവിടെ എന്തുണ്ടാകും അർത്ഥം, ഫസാദ് ഉണ്ടാകും, കുഴപ്പങ്ങളുണ്ടാകും. അപ്പോൾ ഭൂമിയും ആകാശവും എന്താണ് ഫസാദോട് കൂടിയിട്ട് അള്ളാഹു എന്ത് ചെയ്യും, നിലനിർത്തും. എപ്പോഴാണോ പൂർണ്ണമായും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യപ്പെടാത്ത അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും, ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞ ഹദീസുകളിൽ കാണാം അള്ളാഹ് എന്ന് പറയാൻ ഒരാളുമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യും,
ഭൂലോകം നശിക്കുന്നതാണ്, പ്രപഞ്ചം മുഴുവൻ തകർന്നടിയുന്നതാണ്. അപ്പോൾ ലാക്കിൻ ലാ യുംകിനു അൻ യകൂന അലാ വജ്ഹി സ്വലാഹി വൽ ഇസ്തിഖാമ, ശരിയായ വിധേന സ്വലാഹിയത്തോടെ അതേപോലെ ഇസ്തിഖാമത്തോടെ ശരിയായ രീതിയിലുള്ളതായ നിലനിൽപ്പ് ഉണ്ടാവില്ല, ആകാശങ്ങൾക്കും ഭൂമിക്കും ഉണ്ടാവുകയില്ല. ഇല്ലാ ബി അൻ യകൂന അല്ലാഹു വഹദഹു ഹുവ മഅബൂദഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മഅബൂദ് ആരാധ്യൻ അള്ളാഹു മാത്രമായി തീർന്നാലല്ലാതെ. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അത് ശരിയായ വിധം നിലനിൽക്കുന്നതാണ്. അതിൻ്റെ ക്രമം, അതിൻ്റെ ഉള്ള നിവാമ്, അതിൻ്റെ ഓർഡർ എന്തായി തീരും? ഏറ്റവും സമ്പൂർണമായി തീരും. വമഅബൂദ മാ ഹവതാഹു വസകന ഫീഹിമാ, ആകാശങ്ങളിലും ഭൂമിയിലും ഉൾക്കൊള്ളുന്ന സകലരുടെയും മഅബൂദ് അള്ളാഹു മാത്രമായി തീരുമ്പോൾ, അതേപോലെ അതിൽ ജീവിക്കുന്നവരുടെയും. ഫലൗ കാന ഫിൽ ആലമി ഇലാഹാനി, ലോകത്ത് 2 ഇലാഹുകൾ ആരാധ്യർ ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദ നിദാമുഹു ഗായത്തൽ ഫസാദ്, അതിൻ്റെ ക്രമം അങ്ങേയറ്റം താറുമാറാകുമായിരുന്നു. ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ ക്രമം അങ്ങേയറ്റം താറുമാറാകുമായിരുന്നു. ഫഇന്ന കുല്ല ഇലാഹിൻ കാന യത്ലുബു മുഗാലബത്തൽ ആഖർ, കാരണം എന്താ? ഓരോ ഇലാഹും അപ്പുറത്തെ ഇലാഹിനെ അതിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തേടിക്കൊണ്ടിരിക്കും. അതായിരിക്കും അവരുടെ തേട്ടം. മറ്റേ ഇലാഹിനെ എന്ത് ചെയ്യണം? പരാജയപ്പെടുത്തണം. വൽ ഉലുവു അലൈഹി, അവന്റെ മേൽ അധികാരം സ്ഥാപിക്കണം. വതഫറുദഹു ദൂനഹു ബി ഇലാഹിയതി, ഇലാഹിയത്തിൽ എന്ത് ചെയ്യണം? ഇവൻ ഒറ്റക്കാകണം. അതായിരിക്കും ഒരു ഇലാഹിന്റെ ആഗ്രഹം. മറ്റവൻ മറികടന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഇലാഹിന് ഏകനായിക്കൊണ്ട് ഇലാഹാകണം. അതായിരിക്കും അവന്റെ തേട്ടം. കാരണം ഇത് ശരീക്കത്തു നഖ്സുൻ, കാരണം പങ്കാളിത്തം എന്നുള്ളത് അത് ന്യൂനതയാണ്. ഫി കമാലിൽ ഇലാഹി, ഉലൂഹിയത്തിന്റെ ആരാധ്യതയുടെ കാര്യത്തിൽ 2 പേർ ആരാധ്യതയ്ക്ക് അർഹത ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? അത് ന്യൂനതയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു ഇലാഹു എന്ത് ചെയ്യൂല? അത് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വൽ ഇലാഹു ലാ യർദാ ലി നഫ്സിഹി അൻ യകൂന ഇലാഹൻ നാഖിസ, അതുകൊണ്ട് തന്നെ ഒരു ഇലാഹും തൃപ്തിപ്പെടുകയില്ല. നാഖിസായ ന്യൂനതയുള്ള ഇലാഹാകാൻ ഒരു ഇലാഹു എന്ത് ചെയ്യൂല? തൃപ്തിപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഫഇൻ ഖഹറ അഹദുഹുമാ അൽ ആഖർ, അതുകൊണ്ട് മറ്റേ ഇലാഹിനെ പരാജയപ്പെടുത്തണം, അവന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കണമെന്നായിരിക്കും എന്ത്? ഒരാളുടെ തേട്ടം. അങ്ങനെ ഒരു ഇലാഹ് മറ്റൊരു ഇലാഹിനെ അതിജയിച്ചു കഴിഞ്ഞാൽ കാന ഹുവൽ ഇലാഹു വഹദ, അപ്പൊ പിന്നെന്തായി മാറി? അവൻ മാത്രമായിരിക്കും ഇലാഹ്. ഇനി വൽ മഖ്ഹൂറു ലൈസ ബിലാഹിൻ, പരാജയപ്പെടുത്തപ്പെട്ടവൻ എന്താവൂല? ഇലാഹാവുകയില്ല. വഇൻ ലം യഖ്ഹർ അഹദുഹുമാ അൽ ആഖറ, ഇനി ഒരാൾക്ക് മറ്റേയാൾ അതിജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിലോ ലസിമ അജ്സു കുല്ലി മിൻഹുമാ, രണ്ടാളും അശക്തനാണെന്ന് പറയേണ്ടി വരും. അവരെന്താവില്ല? 2 പേർക്കും ശക്തിയില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. ഒരു ഇലാഹിനെ മറ്റൊരാളെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല, ഇവൻ അവനെയും പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല. അപ്പൊ പിന്നെ 2 ആളും എന്താവൂല? ഇലാഹുകളാവുകയില്ല. കാരണം 2 പേരും എന്താണ്? അശക്തരാണ്. വലം യകുൻ താമ്മൽ ഇലാഹിയ, അപ്പോ ഉലൂഹിയത്തിനുള്ള അർഹത 2 ആൾക്കും ഇല്ല എന്ന് പറയേണ്ടി വരും. ഫയജിബു അൻ യകൂന ഫൗഖഹുമാ ഇലാഹുൻ ഖാഹിറുൻ ലഹുമാ, അതുകൊണ്ട് തന്നെ അവർ 2 പേരെയും കീഴ്പ്പെടുത്താൻ പറ്റുന്ന വേറൊരു ഇലാഹ് ഉണ്ടാകൽ നിർബന്ധമായി തീരും. ഹാക്കിമുൻ അലൈഹിം, അവർ 2 പേരെയും ഭരിക്കാൻ വേറൊരു ഇലാഹ് ഉണ്ടായിത്തീരേണ്ടി വരും. വഇല്ലാ ദഹബ കുല്ലു മിൻഹുമാ ബിമാ ഖലഖ്, അതല്ല എങ്കിൽ എന്ത് ചെയ്യും? ഓരോരുത്തരും അവരവരുടെ സൃഷ്ടികളുമായി കൊണ്ടെന്ത് ചെയ്യും? പോകും. വതലബ കുല്ലു മിൻഹുമാ അൽ ഉലുവ അലൽ ആഖർ, ഓരോ ആളുകളും എന്ത് ചെയ്യും? മറ്റേ ഇലാഹിന്റെ മേലുള്ള ഉലുവിനെ എന്ത് ചെയ്യും? ആധിപത്യത്തെ ആഗ്രഹിക്കും. വഫി ദാലിക ഫസാദു അംരി സമാവാതി വൽ അർളി വമൻ ഫിഹാ, അത് എന്തായി തീരും? ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിലുള്ള വസ്തുക്കളുടെയും മുഴുവൻ നാശത്തിന് കാരണമാക്കും. കമാ ഹുവൽ മഅഹൂദു മിൻ ഫസാദിൽ ബലദി, അത് നാടുകളിൽ പല രാജ്യങ്ങളിലും അറിയപ്പെട്ട കാര്യമാണ്. ഇദാ കാന ഫിഹാ മലികാനി മുതകാഫിആൻ, ഒരു നാട്ടിൽ തുല്യരായ 2 രാജാക്കന്മാരുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആ നാട്ടിൽ എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ ഫസാദി സൗജത്തി ഇദാ കാന ലഹാ ബഅലാൻ, ഒരു ഭാര്യയ്ക്ക് 2 ഭർത്താവുണ്ട് എങ്കിൽ എത്ര നാശം ഉണ്ടാവും. അതേപോലെ വശൗലി ഇദാ കാന ഫീഹി ഫഹലാൻ, ഒരു മൃഗത്തിന് 2 കൂറ്റന്മാരുണ്ട് എങ്കിൽ ഉള്ള അവസ്ഥ പോലെ. അപ്പോ അത് നാശമായിരിക്കും. വഅസ്ലു ഫസാദിൽ ആലമി, പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാശത്തിന്റെ അടിസ്ഥാനം ഇന്നമാ ഹുവ മിനൽ ഇഖ്തിലാഫിൽ മുലൂകി വൽ ഖുലഫ, അതായത് നാടുകളിൽ രാജ്യങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? രാജാക്കന്മാർ തമ്മിലുള്ള, അധികാരികൾ തമ്മിലുള്ള പരസ്പരം എന്താണ്? അഭിപ്രായ വ്യത്യാസങ്ങളും സംഘട്ടനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ വലിഹാദാ ലം യത്മഅ അഅദാഉൽ ഇസ്ലാമി ഫീ, ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ത് ചെയ്തിട്ടില്ല? മുസ്ലിം രാജ്യങ്ങളുടെ മേൽ ആഗ്രഹം വച്ചിട്ടില്ല.
ഫീ സമനിൻ മിനൽ അസ്മിനി ഒരു കാലഘട്ടത്തിലും ഇല്ലാ ഫീ സമനി തഅദ്ദുദിൽ മുലൂക്കി മിനൽ മുസ്ലിമീന വഖ്തിലാഫിഹിം മുസ്ലിമീങ്ങളുടെ അധികാരം ഛിന്ന ഭിന്നമാവുകയും വ്യത്യസ്തങ്ങളായ രാജാക്കന്മാരും അതേപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുത്തപ്പോഴാണ് ശത്രുക്കൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? കയറാക്രമിക്കാൻ തുടങ്ങി. അവർക്ക് ഒറ്റ നേതൃത്വമായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നില്ല? ശത്രുക്കൾ അവരുടെ മേൽ അതിക്രമിച്ച് കയറാൻ ആഗ്രഹിച്ചിരുന്നില്ല, സാധിക്കുമായിരുന്നില്ല. വൻഫിറാജി കുല്ലി മിൻഹും ബിബിലാദിൻ വതലബി ബഅദിഹിം അൽ ഉലുവ അലാ ബഅദ് അങ്ങനെ ഓരോ നാടുകളും എന്ത് ചെയ്തു? വേർപെടുകയും ചിലർ മറ്റു ചിലരുടെ മേൽ അധികാരം ചെലുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്? ശത്രുക്കൾ കടന്ന്. അത് ഏത് നാട്ടിലും അങ്ങനെയാണ്. മുസ്ലിമീങ്ങളുടെ ഇടയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശത്രുക്കൾ മെനയുന്ന പല തന്ത്രങ്ങളും അതിൽപ്പെട്ടതാണ്. എന്ത് ചെയ്യുക? അവിടെയുള്ള അധികാരികൾക്കെതിരിൽ അല്ലെങ്കിൽ ഭരണാധികാരികൾക്കെതിരിൽ ആളുകൾ എന്ത് ചെയ്യുക? ചേരിതിരിക്കുക. എന്നിട്ട് രണ്ട് ചേരികളായിട്ട് മുസ്ലിമീങ്ങളെ ഛിന്ന ഭിന്നമാക്കുക. ഇതെപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചിരുന്നതാണ്. ഇസ്ലാമിക ലോകത്ത് അബ്ദുല്ലാഹിബിൻ സബ തുടക്കം കുറിച്ചത് തന്നെയാണ്. ഭരണാധികാരികൾക്കെതിരെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു? ആളുകളുടെ ഇടയിൽ ഇളക്കി വിട്ടു. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ ആളുകളെ എന്ത് ചെയ്തു? ഇങ്ങനെ തിരികെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഖവാരിജികളും അതേപോലെ തന്നെ ഷിയകളും രംഗപ്രവേശനം ചെയ്തത് ഇദ്ദേഹത്തിന്റെ പണി മുതലാണ്. അപ്പോൾ ഇതാണ് ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഫസ്വലാഹുസ്സമാവാതി വൽ അർളി വസ്തിഖാമത്തുഹുമാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടും ശരിയായ വിധം നിലനിൽക്കാനും അതിന്റെ നന്മക്കും വേണ്ടതെന്താണ്? വന്തിലാമു അംരിൽ മഖ്ലൂഖാത്തി അതേപോലെ അതിലുള്ള സൃഷ്ടികളുടെ നിലാമ് ക്രമത്തിനും ഓർഡറിനുമെല്ലാം നല്ലത് അല അതമ്മി നിലാമിൻ മിൻ അൽഹരിൽ അദില്ലത്തി അല അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ. അപ്പൊ അവകളെല്ലാം ശരിയായ വിധം നിലനിൽക്കുന്നത്, ആകാശങ്ങൾ ശരിയായി എന്ത് ചെയ്യുന്നു? അതിന്റെ ദൗത്യം നിർവഹിക്കുന്നു. ഭൂമി, അതിലുള്ള ഗ്രഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ അതെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിലുള്ള സൃഷ്ടികളുടെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ശരിയായ വിധേന ക്രമേണ നടക്കുന്നത്. അല അതമ്മി നിലാമിൻ പൂർണ്ണ നിലാമിൽ അത് സഞ്ചരിക്കുന്നത്. മിൻ അദ്ഹരി അദില്ലത്തി അല അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. ഇബാദത്തിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ്, അവൻ ഏകനാണ് എന്നുള്ളതിലേക്ക് അറിയിക്കുന്നതാണെന്ത്? പ്രപഞ്ചത്തിന്റെ ഈ സൂക്ഷ്മമായ ചലനങ്ങളും അതിൻ്റെ ക്രമവുമെല്ലാം എന്ന് ഇമാമുകൾ പറയുകയാണ്. ലഹു മുൽക്കു വലഹുൽ ഹംദു, അവനാണ് എല്ലാവിധ അധികാരങ്ങളും, അവന് പങ്കാളികളില്ല, അവനാണ് എല്ലാവിധ സ്തുതികീർത്തനങ്ങളും, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുറ്റവൻ അവനാണ്. വഅന്ന കുല്ല മഅബൂദിൻ മിൻ ലദുൻ അർശിഹി ഇലാ ഖറാരി അർദിഹി, അർശിന് ചുവട്ടിൽ അവനല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകല മഅബൂദുകളും ആരാധ്യരും ഇല്ല വജ്ഹഹു ബാത്തുലാണ്, ഇല്ല വജ്ഹഹുൽ ആല, അവന്റെ അത്യുന്നതമായ വജ്ഹ് ഒഴികെ അവൻ മാത്രമേ ഇബാദത്തിന് അർഹനായിട്ടുള്ളൂ. എന്നിട്ട് ഇമാമുകൾ പറയാണ്, ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, മത്തഖദല്ലാഹു മിൻ വലദിൻ, അല്ലാഹു എന്ത് ചെയ്തിട്ടില്ല? ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. വമാ കാന മഅഹു മിൻ ഇലാഹിൻ, അവനോടൊപ്പം ഒരു ഇലാഹുമില്ല. ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ഇലാഹുകളും എന്ത് ചെയ്യുമായിരുന്നു? അവരുടെ സൃഷ്ടികളുമായി കൊണ്ട് അവർ പോകുമായിരുന്നു. വല അലാ ബഅദുഹും അലാ ബഅദിൻ, ചിലർ ചിലരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ, അവർ ഈ പറയുന്ന കാര്യങ്ങളെ തൊട്ടെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. ആലിമിൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് അവൻ. ഫതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിനെ തൊട്ട് എത്രയോ അത്യുന്നതനാണ് അള്ളാഹു. വഖാല തആല, വീണ്ടും അള്ളാഹു തആല പറഞ്ഞു, അമിത്തഖദൂ ആലിഹതൻ മിനൽ അർളി, ഭൂമിയിൽ നിന്ന് അവർ ഇലാഹുകളെ സ്വീകരിക്കുകയാണോ? ഹും യുൻഷിറൂൻ, എങ്ങനെയുള്ളവർ? മരിച്ചതിന് ശേഷം ജീവിപ്പിക്കാൻ സാധിക്കുന്നവരായ. ലൗ കാന ഫീഹിമാ ആലിഹ, ആകാശങ്ങളിലും ഭൂമിയിലും ആലിഹത്തുൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദത, അതിന്റെ കർമ്മം എന്ത് ചെയ്യുമായിരുന്നു? തകിടം മറിയുമായിരുന്നു. ഫസുബ്ഹാനല്ലാഹ് റബ്ബിൽ അർശി, അർഷിന്റെ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു എത്രയോ പരിശുദ്ധനായിരിക്കുന്നു. അമ്മാ യസിഫൂൻ, അവർ പറയുന്ന കാര്യങ്ങളെ തൊട്ട്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അവന്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് ചോദിക്കപ്പെടുകയില്ല, അവരുടെ പ്രവൃത്തികൾ എന്ത് ചെയ്യും? ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വഖാല തആല, വീണ്ടും അള്ളാഹു പറയുന്നു, ഖുൽ ലൗ കാന മഅഹു ആലിഹ, അവനോടൊപ്പം വേറെ ആലിഹത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, കമാ യഖൂലുൻ, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പറയുന്നത് പോലെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേറെയും ചില ആലിഹത്തുകൾ ഉണ്ടെന്നാണ് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പറയുന്നത്. മലായിക്കത്തിനാൽ, അതേപോലെ തന്നെ അമ്പിയാക്കളാൽ, സ്വാലിഹീങ്ങളാൽ, വിഗ്രഹങ്ങളാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വേറെയും പല
ഇലാഹുകൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് പോലെ അങ്ങനെ ആലിഹത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇദല്ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല, ആ ആലിഹത്തുകൾ എന്ത് ചെയ്യുമായിരുന്നു? അർഷിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പണികൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് പോലുള്ള അവരുടെ ആരാധ്യർ യഥാവിധം ആരാധ്യരാണ് എങ്കിൽ തന്നെ അവർ എന്ത് ചെയ്യും? അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരെന്താണ് ചെയ്യുക? അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കർമ്മങ്ങളായിരിക്കും അവർ ചെയ്യുക. അപ്പൊ ഈ ആയത്തിനെ കുറിച്ച് അതിന്റെ അർത്ഥം ചില ഉലമാക്കൾ പറഞ്ഞത്, അള്ളാഹുവിന് പുറമെ വേറെ മറ്റുള്ള ആലിഹത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അവർ പറയുന്നത് പോലെ വേറെ ആലിഹത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഇദല്ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല, അർശ് ഉടയവനിലേക്ക് എന്ത് ചെയ്യുമായിരുന്നു? അവർ തേടുമായിരുന്നു, അവരിലേക്ക് അടുക്കാൻ ഉള്ള മാർഗം തേടുമായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ അർത്ഥം. എന്നാൽ അതിനെക്കുറിച്ച് അർത്ഥം പറയപ്പെട്ടത് ഇങ്ങനെയാണ്: ലബ്തഗൗ സബീല ഇലൈഹി ബിൽ മുഗാലബതി വൽ ഖഹ്രി, അർശുടമവനായ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ, അവന്റെ മേൽ അധികാരം ചെലുത്താൻ അവരെന്ത് ചെയ്യുമായിരുന്നു? മെനക്കെടുമായിരുന്നു എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ചില ആളുകൾ അതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. കമാ യഫ്അലുൽ മുലൂകു ബഅദുഹും മഅ ബഅദിൻ, രാജാക്കന്മാർ ചിലരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് പോലെ. വയദുല്ലു അലൈഹി ഖൗലുഹു ഫിൽ ആയത്തിൽ ഉഖ്റ, വേറൊരു ആയത്തിൽ ആ വാക്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? സൂചന നൽകുന്ന മറ്റു തെളിവുമുണ്ട്. വല അലാ ബഅദുഹും അലാ ബഅദിൻ, അവരിൽ വേറെ ചിലരുടെ മേൽ എന്ത് ചെയ്യുമായിരുന്നു? അധികാരം ചെലുത്തുമായിരുന്നു എന്ന്. എന്നാൽ ഖാല ഷെയ്ഖുന, നമ്മുടെ ഷെയ്ഖുന പറഞ്ഞു, അതായത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ല പറഞ്ഞു, വസ്സഹീഹു, ഈ ആയത്തിന്റെ ശരിയായ അർത്ഥം, അന്നൽ മഅന ലബ്തഗൗ ഇലൈഹി സബീല ബിത്തഖർറുബി ഇലൈഹി വത്വാഅ, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് അവനെ അനുസരിച്ചുകൊണ്ട് അവനിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തേടുമായിരുന്നു. അപ്പോൾ ഇവര് പറയുന്നത് പോലെ മറ്റ് ആലിഹത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ആലിഹത്തുകളും അള്ളാഹുവിലേക്ക് അടുക്കാനായിരിക്കും എന്ത് ചെയ്യുക? ശ്രമിക്കുക. ഫകൈഫ തഅബുദൂനഹും മിൻ ദൂനി, അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവന് പുറമെ നിങ്ങൾ ഈ ആലിഹത്തുകൾക്ക് ഇബാദത്ത് ചെയ്യുക? വഹും ലൗ കാനു ആലിഹത്തൻ കമാ തഖൂ, നിങ്ങൾ പറയുന്നത് പോലെ ആലിഹത്തുകളായിരുന്നു ഇവരെങ്കിൽ ലകാനു അബീദൻ, അവരെന്താണ്? അള്ളാഹുവിന്റെ അടിമകളാണ്. കാനു അബീദൻ ലഹു, അള്ളാഹുവിന്റെ അടിമകളായിരിക്കും അവർ. വയദുല്ലു അലാ ഹാദാ വജ്ഹു, ഇതാണ് ശരിയായ അർത്ഥം എന്നുള്ളതിലേക്ക് വ്യത്യസ്തങ്ങളായ തെളിവുകളുണ്ട്. അപ്പോൾ ഭൂമിയിൽ അള്ളാഹുവിന് പുറമെ വേറെ ആലിഹത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ആലിഹത്തുകൾ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ എന്താണ് പറയുക? അവർ ഇബാദത്തുകൾ അർപ്പിക്കുന്ന, അവർ ദുആ ചെയ്യുന്ന, നേർച്ചകൾ അർപ്പിക്കുന്ന അവരുടെ ആലിഹത്തുകൾ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നവരാണെന്നല്ലേ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അടിമകളാണ് അവർ. അപ്പൊ അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹുവിലേക്ക് അടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ പിന്നെ ആ അടിമകൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ശരിയായ അർത്ഥം. അതാണ് ശരിയായ അർത്ഥം എന്നുള്ളതിനുള്ള തെളിവെന്താണ്? അതിന് വ്യത്യസ്തങ്ങളായ തെളിവുകളുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹു തആല പറയുന്നു, ഉലൈകല്ലദീന യദ്ഊൻ, അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ആരാധ്യർ. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ആരാധ്യർ. യബ്തഗൂൻ, അവർ ആഗ്രഹിക്കുകയാണ്, തേടുകയാണ്. ഇലാ റബ്ബിഹിമുൽ വസീല, അവരുടെ റബ്ബിങ്കലേക്കുള്ളതായ വസീല തേടുകയാണ്. അയ്യുഹും അഖറബു, അവരിൽ തന്നെ ഏറ്റവും അള്ളാഹുവിലേക്ക് അടുത്തവർ വരെയും വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. വയർജൂന റഹ്മത, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയാണവർ. വയഖാഫൂന അദാബ, അള്ളാഹുവിന്റെ അദാബിനെ പേടിക്കുന്നവരുമാണ് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ഇബാദത്ത് ചെയ്തിരുന്ന അവരുടെ ആരാധ്യർ. അതായത് മലായിക്കത്തുണ്ട്, അതിൽ അമ്പിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഐ ഹാ ഉലാ ഇല്ലദീന തഅബുദൂനഹും മിൻ ദൂനി, അതായത് എനിക്ക് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതായ നിങ്ങളുടെ ആരാധ്യർ. ഹും ഇബാദി, അവരെന്റെ അടിമകളാണ്. കമാ അന്തും ഇബാദി, നിങ്ങൾ എന്റെ അടിമകളാണല്ലോ, അതേപോലെ അവരും എന്റെ അടിമകളാണ്. വയർജൂന റഹ്മതി വയഖാഫൂന അദാബി, അവരാകട്ടെ എന്ത് ചെയ്യുന്നു? എന്റെ ശിക്ഷയെ പേടിക്കുകയും എന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. ഫലിമാദാ തഅബുദൂനഹും മിൻ ദൂനി, പിന്നെന്തിനാണ് എന്നെ ഇബാദത്ത് ചെയ്യാതെ നിങ്ങൾ എന്നെ കൂടാതെ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇതാണ് ഒരു തെളിവ്. മറ്റൊരു തെളിവ് ഇങ്ങനെയാണ്, അന്നഹു സുബ്ഹാനഹു ലം യഖുൽ ലബ്തഗൗ അലൈഹി സബീല. അവിടെ അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ലബ്തഗൗ ഇലൈഹി സബീല എന്നാ പറഞ്ഞത്. എന്ത് പറഞ്ഞില്ല? അവനിലേക്കുള്ളതായ മാർഗം എന്ത് ചെയ്യുന്നു? അവർ തേടുമെന്നാ പറഞ്ഞത്. എന്നാൽ ലബ്തഗൗ അലൈഹി സബീല, അവന് എതിരിലുള്ള, അവനെ കീഴ്പ്പെടുത്താൻ അവനെതിരിലുള്ള മാർഗം തേടുമെന്നല്ല പറഞ്ഞത്. വഹാദൽ ലഫ്ളു ഇന്നമാ യുസ്തഅമലു ഫി തഖർറുബി, ഈ ലബ്തഗൗ ഇലൈഹി സബീല, അവനിലേക്കുള്ള വസീല തേടുമെന്ന് പറഞ്ഞാൽ അവനിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തേടും എന്നാണ് ഈ പദം എന്ത് ചെയ്യുന്നത്?
അറിയിക്കുന്നത്. കഖൗലിഹി തആല, അള്ളാഹുവിന്റെ വാക്യം പോലെ, വത്തഖുല്ലാ ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്യുക, വബ്തഗൂ ഇലൈഹിൽ വസീല, അവനിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തോ, ഇബാദത്തുകളിലൂടെ നിങ്ങൾ തേടിക്കോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ പദമാണ് ഇവിടെയും ഉപയോഗിച്ചത്. അപ്പോൾ ഇവരുടെ ആരാധ്യരും എന്ത് ചെയ്യുമായിരുന്നു എന്നർത്ഥം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമായിരുന്നു, അവനിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ അമ്മാ ഫിൽ മുഗാലബത്തി ഫഇന്നമാ യുസ്തഅമലു ബിഅലാ ഖൗലി, ഇനി അള്ളാഹുവിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുമായിരുന്നു എന്നായിരുന്നുവെങ്കിൽ അതിന്റെ പ്രയോഗം ഇങ്ങനെയാകുമായിരുന്നില്ല. കാരണം അവിടെ എന്ത് ചെയ്യുമായിരുന്നു, ലബ്തഗൗ അലൈഹി എന്ന് പ്രയോഗിക്കുമായിരുന്നു. കാരണം ആ പ്രയോഗം ഖുർആനിൽ പറയുന്നുണ്ട്, ഫഇൻ അത്അനകും, ഇനി നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾ അനുസരിക്കുന്നവരായാൽ, അനുസരണക്കേട് കാണിക്കുന്ന ഭാര്യമാർക്ക് കൊടുക്കേണ്ട ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, അവരെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തണം, അതേപോലെ തന്നെ ഹജ്ർ ചെയ്യണം, വേണ്ടി വന്നാൽ ചെറിയ രീതിയിലുള്ള അടികൾ കൊടുക്കണം. അതിനുശേഷം ഫൈൻ അത്അനകും, ഇനി അവർ നിങ്ങളെ അനുസരിക്കുന്നവരായി മാറിയാൽ ഫലാ തബ്ഗൂ അലൈഹിന്ന സബീല, അപ്പൊ പിന്നെ അവർക്ക് എതിരിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വേറൊരു മാർഗവും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയേണ്ടത്. അപ്പോൾ ഈ ആലിഹത്ത് അള്ളാഹുവിനെതിരെ തിരിയും എന്നായിരുന്നുവെങ്കിൽ അവിടെ പ്രയോഗിക്കേണ്ടത് എന്താണ്, ഫബ്തഗൗ അലൈഹി എന്നായിരുന്നു എന്ത് ചെയ്യേണ്ടത്, പ്രയോഗിക്കേണ്ടത് എന്നർത്ഥം. വസാലിഹു, മൂന്നാമത്തെ അതിനുള്ള തെളിവ്, അന്നഹും ലം യഖൂലു ഇന്ന ആലിഹതഹും തുഗാലിബുഹു വതത്ലുബുൽ ഉലുവ അലൈഹി. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലബ്തഗൗ ഇലൈഹി സബീല എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ അവർ പറയുന്നത് പോലെ അള്ളാഹുവിന് പുറമെ ആലിഹത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, കുല്ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂൻ, അവർ പറയുന്നത് പോലെ അള്ളാഹുവിന് പുറമെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ആലിഹത്തുകൾ ഉണ്ടായിരുന്നു എങ്കിൽ എന്നാണല്ലോ പറഞ്ഞത്. അവരെന്താണ് പറയുന്നത്, അവർ പറഞ്ഞത്, അവര് എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിന് പുറമെ അന്നഹും ലം യഖൂലു, അവർ പറഞ്ഞിട്ടില്ല, ഇന്ന ആലിഹത്തവും, അവർ ഇബാദാത്തുകൾ അർപ്പിക്കുന്ന അവരുടെ ആരാധ്യർ, തുഗാലിബുഹു വതത്ലുബുൽ ഉലുവ അലൈഹി, അള്ളാഹുവിൻ്റെ മേൽ എന്ത് ചെയ്യും, അധികാരം ചെലുത്തുമെന്നും അള്ളാഹുവിനെ മറികടക്കാൻ അതിജയിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരുമാണ് അവരുടെ ഇലാഹുകൾ എന്നവർ പറഞ്ഞിട്ടുണ്ടോ? മക്കയിലുണ്ടായിരുന്നു മുശ്രിക്കീങ്ങൾ, അങ്ങനെയല്ല അവർ പറഞ്ഞിരുന്നത്. അപ്പം അവർ പറഞ്ഞതുപോലെ ഉള്ള ആലിഹത്തുകൾ ഉണ്ടെങ്കിൽ എന്നാണല്ലോ അള്ളാഹ് പറഞ്ഞത്. അവർ പറഞ്ഞത് എന്തല്ല, അവരുടെ ആലിഹത്തുകൾ അള്ളാഹുവിനെ മറികടക്കുന്നവരാണെന്നല്ല. അവർ ഹജ്ജിൻ്റെ വേളയിലെല്ലാം തൽബിയത്ത് ചൊല്ലുമായിരുന്നു. അപ്പോഴെല്ലാം പറഞ്ഞെന്താണ്, അള്ളാഹു നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുകയാണ്, നിനക്കൊരു ശരീക്കുമില്ല, ഒരു ശരീക്കുണ്ട്, ആ ശരീക്ക് എന്താണ്, നിന്റെ കീഴിലുള്ള, നിന്റെ ഉടമസ്ഥതയിലുള്ളവരാണ് അവരെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ മൂന്നാമത്തെ ന്യായം, അതായത് ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്, അവർ പറയുന്നത് പോലെ അള്ളാഹുവിന് പുറമെ അവർക്ക് വേറെ ആലിഹത്തുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ആ ആലിഹത്തുകൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതിലേക്ക് അറിയിക്കുന്ന മൂന്നാമത്തെ തെളിവ് എന്താണ്, അവർ പറഞ്ഞിരുന്നത് അവരുടെ ആലിഹത്തുകൾ അള്ളാഹുവിനെ മറികടക്കുമെന്നല്ല. പിന്നെന്താണ് അവർ പറഞ്ഞിരുന്നത്, വഹുവ സുബ്ഹാനഹു ഖദ് ഖാൽ, അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞത് കാണാം, ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂൻ എന്നാണ് അള്ളാഹു പറഞ്ഞത് ഈ ആയത്തിൽ. അവർ പറയുന്നത് പോലെ അള്ളാഹുവിനോട് കൂടെ ആലിഹത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, വഹും ഇന്നമാ കാനു യഖൂലൂൻ, അവർ പറഞ്ഞിരുന്നത് ഇത്ര മാത്രമാണ്, ഇന്ന ആലിഹത്തഹും തബ്തഗി അത്തഖറുബ ഇലൈഹി വതുഖർരിബുഹും സുൽഫ ഇലൈഹി, അവരുടെ ആലിഹത്തുകൾ അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തെ ആഗ്രഹിക്കുന്നവരാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ അക്രമം ചെയ്തവരാണ്, ഞങ്ങൾക്ക് നേരെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ള പ്രയാസകരമാണ്, ഞങ്ങൾ ഇബാദത്തുകൾ അർപ്പിക്കുന്ന അമ്പിയാക്കൾ അല്ലെങ്കിൽ സ്വാലിഹീങ്ങൾ അല്ലെങ്കിൽ ലാത്ത ഇതുപോലുള്ള ആളുകൾ അവരെന്താണ്, അവർ അള്ളാഹുവിലേക്ക് അടുപ്പമുള്ളവരാണ്, അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് ഒരു അടുപ്പിക്കും എന്നാണ് എന്ത് ചെയ്തിരുന്നത്. അല്ല അള്ളാഹുവിനെ അവർ പരാജയപ്പെടുത്തുമെന്നല്ല അവർ പറഞ്ഞിരുന്നത്. ഫഖാലു, അതുകൊണ്ട് അവർ പറയുന്നു, ലൗ കാനൽ അംറു കമാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ, ലകാനത്ത് തിൽക്കൽ ആലിഹത്തു അബീദൻ ലഹു, ആ ആലിഹത്തുകൾ അള്ളാഹുവിനുള്ള അടിമകളാണ്. ഫലിമാദാ തഅബുദൂന അബീദഹു മിൻ ദൂനി, അപ്പോൾ പിന്നെ അവന് പുറമെ എന്തിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ പോലുള്ള ഒരു അടിമകൾക്ക് നിങ്ങൾ എന്തിനായി ഇബാദത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് അള്ളാഹു അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണ്,
ഒരു ആളുടെ സകല പ്രവർത്തികളുടെയും നിദാനം എന്താണ്? മഹബത്താണ്. ആ മഹബത്ത് മുഖേന ഒരാൾക്ക് സ്വലാഹിയത്തുണ്ടാകണമെങ്കിൽ, ഗുണമുണ്ടാകണമെങ്കിൽ ആ മഹബത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം? അവനെ സൃഷ്ടിച്ചിരിക്കുന്നതായ, അവൻ്റെ ഉടമസ്ഥനായ, അവനെ നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ, അല്ലെങ്കിൽ അവനോടുള്ള സ്നേഹമായിരിക്കണം. അവനിലേക്ക് അടുപ്പിക്കുന്ന സ്നേഹമാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇമാമറുകൾ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക? അവന് വേണ്ടി ഇബാദത്ത് ചെയ്യുക, അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യുക എന്നുള്ള അതിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ്. അപ്പോഴാണ് ലോകത്ത് തന്നെ എന്ത് ചെയ്യുക? സമാധാനം ഉണ്ടാവുക, നല്ല ചിട്ടയുണ്ടാവുക, ക്രമം ഉണ്ടാവുക, വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലെല്ലാം എന്ത് ചെയ്യുന്നത്? നന്മ ഉണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമാക്കി തീർക്കുന്നതിലൂടെയാണ്. അതിനുശേഷം ഇമാം അവറുകൾ വിവരിക്കുന്നത് ഈ സ്നേഹം മുഖേന, സ്നേഹം നമ്മൾ പറഞ്ഞു, നല്ല സ്നേഹമുണ്ട്, ശരിയായ സ്നേഹമുണ്ട്, തെറ്റായ സ്നേഹമുണ്ട്. ഈ രണ്ട് സ്നേഹത്തിൻ്റെയും അതിൻ്റെ പ്രതിഫലനം എന്താണ്? ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, എന്നാൽ എന്താണ് ഉണ്ടാവുക? അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള സ്നേഹമാണ്, എന്നാൽ അത് മുഖേന എന്തുണ്ടായിത്തീരും? അതിൻ്റെ ഹുക്കുമുകൾ എന്താണ് എന്നാണ് ശേഷം ഇനി വിവരിക്കുന്നത്. അടുത്ത ദർസിൽ ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.